ഹായ് ഓൾ, എൻ്റെ പേര് അഖിൽദേവ്. വെൽക്കം ടു മലയാളം ഡാറ്റ സയൻസ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസ്. ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഡാറ്റ അനലിറ്റിക്സ്? നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്ത്, അതായത് ഒരു റോ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അതിലുള്ള ട്രെൻഡ്സ്, അതുപോലെ തന്നെ പാറ്റേൺസ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും. ശേഷം നമ്മൾ കൃത്യമായിട്ടൊരു ഇൻസൈറ്റ്സ് അതിൽ നിന്നും എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂച്ചർ ബിസിനസ് ഡെസിഷൻ മേക്കിങ്ങിൽ ഇതിനെ നമ്മൾ യൂസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ മൊത്തമായിട്ട് നമുക്ക് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയും. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്തെടുക്കുക. അത് ഒരുപാട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ടൈപ്പൊക്കെ ഉണ്ട്. അതിൽ ഇപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ഷൻ ഉണ്ട്, സെക്കൻഡറി ഡാറ്റ കളക്ഷൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഡാറ്റ ക്ലീനിങ്. ഡാറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു റോ ഡാറ്റയാണ് ഞാൻ കളക്ട് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്ന് ആ റോ ഡാറ്റേനെ നമ്മൾ ക്ലീൻ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, അതായത് ഇപ്പോൾ EDA ഒക്കെ വിടുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ എന്താണ് അതിൽ ഇപ്പോൾ എറർ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് പിന്നീട് നമുക്ക് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാത്ത ഡാറ്റയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് വിടാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് ആണ്. അതായത് അതിലെന്താണ്, നമ്മൾ ഈ കളക്ട് ചെയ്ത ഡാറ്റ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഡാറ്റേനെ അനലൈസ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താണ് ഡാറ്റ വിഷ്വലൈസേഷൻ. ആൻഡ് ഓൾസോ നമ്മളവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റെപ്സൊക്കെ നമ്മളവിടെ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. അപ്പോൾ ഡാറ്റ വിഷ്വലൈസേഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഏതൊരു കാര്യം നമുക്ക് ഒരു വിഷ്വലൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് ഡാറ്റ ഒരുപാട് കോളംസും ഒരുപാട് റെക്കോർഡ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ്, നമുക്ക് വിഷ്വലൈസേഷൻ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് ഡെസിഷൻ മേക്കിങ്ങിലും അതുപോലെ എന്താണ് ഈ ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡിസ്കഷനിലൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഡാറ്റ അനലിറ്റിക്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ചോദിച്ചാൽ അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഇൻസൈറ്റ്സ്, ഈ പാറ്റേൺ സ്ട്രെൻഡ്സൊക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അതിനെ നമ്മളെന്താണ് ബിസിനസ് ഡെസിഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്ലാന് നമ്മൾ അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനെന്ത് ചെയ്യുക? നമുക്ക് നമ്മളുടെ ക്ലയൻറ്റ് ആരാണോ അവർക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഡെസിഷൻ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡാറ്റ സയൻസ് എന്താണെന്ന് പറയുന്നത്. ഡാറ്റ സയൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ ഡാറ്റ അനലിറ്റിക്സിൽ അനാലിസിസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബാങ്ക് ഡാറ്റ. അപ്പോൾ ബാങ്ക് ഡാറ്റ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ലോൺ എടുത്തവരിൽ തിരിച്ചടയ്ക്കുന്നവരും അടയ്ക്കാത്തവരും ഉണ്ടാവും, അല്ലേ? അപ്പോൾ ആ ഒരു ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യം മനസ്സിലാവും? ഫോർ എക്സാമ്പിൾ, ഒരുപാട് കോളംസ് ഓഫ് ഡാറ്റ ഉണ്ടാവും. കസ്റ്റമർ നെയിം ഉണ്ടാവും, ഏജ് ഉണ്ടാവും, ആളുടെ സാലറി ഉണ്ടാവും, ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അല്ലേ? അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ എന്താണ്, ഒരു അനലിസ്റ്റ് മനസ്സിലാവും എന്താണ് ഏത് ഏജ് കാറ്റഗറി ഉള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ലോൺ തിരിച്ചടയ്ക്കാത്തത്. അതുപോലെ തന്നെ ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്, പബ്ലിക് ആണോ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണോ ലോൺ തിരിച്ചടയ്ക്കുന്നത് കുറവ്. അതുപോലെ തന്നെ എന്താണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സാലറി റേഞ്ച്, എത്ര സാലറി റേഞ്ച് കിടക്കുന്നവരാണ് ലോൺ അടയ്ക്കാത്തത്. അതുപോലെ തന്നെ ഇതൊക്കെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് വരാം എല്ലാം. അപ്പോൾ അത് ആ അനാലിസിസ് കൃത്യമായിട്ട് എത്രത്തോളം നമ്മൾ റിസർച്ച് ചെയ്യുന്നു, എത്രത്തോളം നന്നായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അത്രത്തോളം നല്ല ഡാറ്റാസും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും നമുക്ക് അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഡാറ്റ അനലൈസ് ചെയ്ത് ഒരു ഇൻസൈറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? ഇനി നമ്മൾ ഡാറ്റ സയൻസിലേക്ക് വരുമ്പോൾ ഈ ക്ലീൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഇൻസൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ സയൻസിലേക്ക് കൊണ്ടുവരികയാണ്. ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡാറ്റേനെ, ഈ പാസ്റ്റ് ഡാറ്റേനെ, ഹിസ്റ്റോറിക്കൽ ഡാറ്റേനെ എന്ത് ചെയ്യാണ്? മെഷീൻ ലേണിംഗ് അൽഗരിതം, അതായത് ഡാറ്റ സയൻസിൽ ഉപയോഗിക്കുന്ന അൽഗരിതമാണ് മെഷീൻ ലേണിംഗ് അൽഗരിതം. ഞാൻ മെഷീൻ ലേണിംഗ് എടുക്കുന്ന ടൈമിൽ ആ മെഷീൻ ലേണിംഗ് എന്താണെന്ന് പ്രോസസ്സ് കൃത്യമായിട്ട് തന്നെ നമ്മളത് ക്ലാസ്സുകൾ കൊണ്ടുപോകും. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാനത് കൊണ്ടുവന്ന ഒരുപാട് ലെങ്ത് ആവും വീഡിയോസിന്. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം അത് പറയുന്നില്ല. അപ്പോൾ മെഷീൻ ലേണിംഗ് അൽഗരിതം ഫോർ എക്സാമ്പിൾ ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ, ഒരു ക്ലാസിഫിക്കേഷൻ മോഡലാണ്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ലോജിസ്റ്റിക് റിഗ്രഷൻ ക്ലാസിഫിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാണ്.
അതായത് ഒരു പുതിയ കസ്റ്റമർ ബാങ്കിൽ വരികയാണെങ്കിൽ ആൾക്ക് ലോൺ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് മോഡൽ വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ ഒരാൾ ഇപ്പോൾ അയാളുടെ ഏജ് പറയുകയാണെങ്കിൽ 28 വയസ്സ്, സാലറി 35,000, അതുപോലെ ഗവൺമെൻറ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് ലോൺ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 lakhs ലോൺ ആണെങ്കിൽ അത് ആൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എന്താണ് ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള മോഡൽ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാണ് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതായത് ആ മോഡൽ പറയും ഇയാൾക്ക് ഒന്നുകിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് പറയും, നോ, കൊടുക്കാൻ പറ്റില്ല. അതെന്തിൻ്റെ ബേസിലാണ്? ആ മോഡൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ലേണിംഗ് അൽഗരിതം ബേസ് ചെയ്തിട്ടാണ്. ആ അൽഗരിതം ഈ കൃത്യമായിട്ടുള്ള ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ഇൻസൈറ്റ്സ് ഒക്കെ മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഡാറ്റ ഇല്ലേ, അതായത് പാസ്റ്റ് ഡാറ്റ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, ആ ഡാറ്റ വെച്ച് കൃത്യമായിട്ട് ഈ മോഡലിനെ ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്തതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് എന്താണ് ഇതിനെ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ മോഡൽ ഈ കാര്യങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ എന്താണ് ഈ ഡാറ്റയിൽ നിന്ന് കുറേ ഡാറ്റയിൽ ഈ മെഷീൻ ലേണിംഗ് അൽഗരിതം വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഫോർമുലാസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഡാറ്റേനെ പഠിക്കും. ദെൻ എന്ത് ചെയ്യും, പുതിയൊരു ഡാറ്റ കിട്ടുമ്പോൾ ഇയാൾക്ക് ലോൺ കൊടുത്താൽ തിരിച്ചടയ്ക്കാം അല്ലെങ്കിൽ തിരിച്ചടയ്ക്കില്ല എന്നുള്ള പ്രഡിക്ഷൻ അത് നടത്താൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഡാറ്റ സയൻസ് പറയാനുള്ളത്. അതായത് ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫ്യൂച്ചർ പ്രഡിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഞാൻ മെഷീൻ ലേണിംഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഇപ്പോൾ അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് മോഡലുണ്ട്, സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് മോഡലുണ്ട്, റെയിൻഫോഴ്സ്ഡ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ എന്താണ് ഡാറ്റ അനലിറ്റിക്സും ഡാറ്റ സയൻസിനും നിങ്ങൾക്ക് കാര്യം ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. വരും ക്ലാസ്സുകളിൽ നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. കൂടാതെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും തിയറി എടുത്തു പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അത്രയ്ക്ക് ക്ലാസ്സിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല. അപ്പോൾ ഞാനിനി ഡയറക്റ്റ്ലി കോഡിലേക്ക് വരിക തന്നെയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ അതിനു മുമ്പ് പൈത്തൻ്റെ നേരത്തെ എടുത്തുകൊണ്ടിരുന്ന ക്ലാസ് കുറച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡാറ്റ സയൻസ് കോഡ് ചെയ്യുക, അതായത് നമ്പൈ, പാണ്ടാസ്, ഈ ലൈബ്രറീസൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ കൃത്യമായിട്ട് ചോദിക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.